ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും റോസ് പൂവൊക്കെ ഉണ്ടാവും. അത് 2 ദിവസം ചെടിയിൽ അങ്ങനെ നിന്നിട്ട് കൊഴിഞ്ഞു പോകലാണ് സാധാരണ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ ഒട്ടും ഒരു പൂ പോലും പാഴാക്കി കളയരുത് കേട്ടോ. ആകുന്നത് പറിച്ച് വെക്കുക. പറിച്ച് വെച്ചിട്ട് അതിന് ശേഷം കുറച്ച് പൂവാകുമ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരു പൂ പോലും കൊഴിച്ച് കളയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിൻ്റെ കുറച്ച് പൂവൊക്കെ എടുത്തതിന് ശേഷം അത് വീട്ടുകളിലുണ്ടായ പൂവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ പൂവാണെങ്കിൽ നന്നായിട്ട് കഴുകി എടുക്കണം. ഇപ്പോൾ വീട്ടിലുണ്ടായ പൂവായതുകൊണ്ട് ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ മഞ്ഞ കളറിലെ ഇതളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയുക. അതിൽ അരി പെടാതെ തണ്ടുന്ന പൂവ് മാത്രമായിട്ട് അടർത്തിയെടുക്കുക. അപ്പോൾ ഇതൊരു 10-65 പൂവുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പൂവായതുകൊണ്ടാണ് കുറച്ച് കാണുന്നത്. വലിയ പൂവാണെങ്കിൽ ഒരുപാട് കിട്ടും. ഇത് ഞാനിത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിൽ വല്ല പൂച്ചയോ പുഴുവോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചട്ടിൻ്റെ അരഭാഗത്തോളം ഉണ്ട്. അപ്പോൾ അത് മുങ്ങി നിൽക്കേണ്ട പോലത്തെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൂവിൻ്റെ ഒപ്പമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ കാണിച്ച ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പൂവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വീഡിയോ കണ്ടും കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പൂവിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് ഞാൻ നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിച്ച് നോക്കുമ്പോൾ പൂവിന് അത്ര വല്ലാത്ത കളറില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് കളറ് വേണം. അതിന് വേണ്ടി ഞാനൊരു ബീട്രൂട്ടിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂവും ബീട്രൂട്ടും പാടെ മിക്സിയിൽ അരച്ചിട്ട് വേണമെങ്കിലും തിളപ്പിക്കാം. ഇല്ലെങ്കിൽ ബീട്രൂട്ട് തനിച്ച് അരച്ചിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിത് അരച്ചിട്ടൊന്നുമില്ല, അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ബീട്രൂട്ട് ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് 5 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുത്തതിന് ഞാനിതാ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കളർ വേണ്ടാകൊണ്ടാണ് ബീട്രൂട്ട് ഒരുപാട് ചേർത്താണ്ടിരുന്നത്. ബീട്രൂട്ട് ഒരുപാട് ചേർത്തുമ്പോൾ ബീട്രൂട്ടിൻ്റെ ചുവ വരും. നമുക്ക് പൂവിൻ്റെ ഫ്ലേവറാണ് വേണ്ടത്. നമ്മളിതിൽ ഒരു എസൻസോ കളറോ ഒന്നും ചേർത്തണില്ല. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ നല്ല കളറുണ്ട് കേട്ടോ. അരിച്ചെടുത്തിട്ട് അതിൻ്റെ സത്ത് മുഴുവനും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതേ വെള്ളം വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഇതിന് കറക്റ്റ് മധുരമാണ്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുക്കുന്നത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ചൂട് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലൊന്നും ഇടുക. എന്നിട്ട് ചൂടായപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക. അങ്ങനെ മാറ്റി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കണം. വറ്റി വരുമ്പോൾ ഇതേപോലെ കുറുകി വരും. കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ല, അത് തേനിൻ്റെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പരുവം എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ മുമ്പ് ഇട്ടിരുന്ന ഒരു മത്തൻ്റെ ഇലയും മത്തിയായിട്ടുള്ളൊരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ കാണും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയിട്ട് റോസ് മിൽക്ക് വാങ്ങി കുടിക്കില്ല, ഒരുപാട് വില കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ. റൂഹ് ഹഫ്സ എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പരുവം. കയ്യിൽ മേൽ ഇങ്ങനെ ഒട്ടി വരണം കേട്ടോ. ഇങ്ങനെ ഒട്ടി വരണം. അത് നമ്മളിങ്ങനെ വിരലും കൊണ്ട് സ്പൂണായിട്ട് തൊടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൂടാനും പാടില്ല. അതുപോലെ ഒരു സ്റ്റിക്കി ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വഴുവഴുപ്പ് പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ഫ്ലെയിം ഓഫാക്കുക. ഇതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഒന്ന് ചൂടാറുമ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ടി പോലെ വരും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടിൽ റോസ് പൂ ഉണ്ടെങ്കിൽ ഇനി അടുത്ത വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിലും ദിവസമുള്ള പൂവുകൾ എടുത്തിട്ട് കടലാസിൽ പൊതിഞ്ഞ് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സിൽ വെച്ചാൽ മതി. അപ്പോൾ വാടിപ്പോവില്ല. അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ താത്താൻ്റെ ഓടുന്നും മാങ്ങളുടെ ഓടുന്നും അഞ്ചത്തിയും താത്താൻ്റെ മോളും ഒക്കെ പാടെ കൊടുന്നതാണ് ഈ പൂവ്. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞ് അത് ചൂടാറിയപ്പോൾ കണ്ട നല്ല
ഒരു കൊഴുത്ത ഒരു തേന് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് റോസ് മിൽക്ക് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. നല്ല മണമാണ് കേട്ടോ. നിങ്ങൾക്ക് മണമില്ല തോന്നുകയാണെങ്കിൽ കുറച്ച് റോസിൻ്റെ എസൻസ് വാങ്ങി ഒഴിച്ചാൽ മതി. ഇതിൽ നല്ല മണമുണ്ട്. അപ്പോൾ ഞാൻ റോസ് എസൻസ് ഒന്നും ഒഴിക്കണില്ല. നമ്മളിതിൽ എസൻസോ ഫുഡ് കളറോ ഒന്നും ചേർത്താതെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് പാൽ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് നോക്കിയപ്പോൾ കളർ പോരാ തോന്നിയിട്ടോ. കളർ പോരാ തോന്നിയപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത സ്പൂണിന് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് പാലിനുള്ള അളവാണ് ഞാൻ പറയണത്. നിങ്ങൾ എത്ര അടിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പിന്നെ എസൻസ് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നില്ല. അപ്പോൾ കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരെ കൊണ്ടും ഓക്കെ.